യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. ആമേൻ. ഇവിടെ സർവശക്തനായ ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. ഒരു പട്ടണം മുഴുവൻ നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ അതിനു ചുറ്റും മതിൽ കെട്ടി അവിടെ ആ പട്ടണത്തിൽ ദൈവകോപം വരാതിരിക്കേണ്ടതിന് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം സമർപ്പണമുള്ള ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു പട്ടണത്തിന് നേരെ ദൈവം ന്യായവിധി അയക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കാഹളമൂതി പട്ടണക്കാരെ ഉണർത്തുവാൻ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ തക്ക സമയത്ത് കാഹളമൂതി ആ പട്ടണത്തെ ഉണർത്തുകയും എന്നിട്ടും അവര് അത് സ്വീകരിക്കാതെ നശിച്ചു പോയാൽ കാഹളമൂതുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളുടെ കൈകൾ ശുദ്ധമായിരിക്കും. അല്ല, കാഹളമൂതി അവരെ ഉണർത്തേണ്ട ആളുകൾ അത് ചെയ്യാതിരിക്കുകയും ന്യായവിധി ആ പട്ടണത്തിന്റെ മേൽ വന്നാൽ കാഹളമൂതാതിരുന്നവൻ അതിന്റെ ഉത്തരവാദിയായി തീരുകയും ചെയ്യും. നമ്മൾ ദൈവമക്കളായി തീരുമ്പോൾ ദൈവം നമ്മെ പ്രാഥമികമായ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ പ്രാർത്ഥനയെ മതിൽ കെട്ടി എങ്ങനെ ഒരു പുരയിടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം അല്ലെങ്കിൽ ഒരു കെട്ടിടം സംരക്ഷിക്കപ്പെടുന്നുവോ അതുപോലെ സാത്താന്യ ശക്തിയിൽ നിന്നും ദൈവക്രോധത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ മതിലാണ് ദൈവമക്കളുടെ പ്രാർത്ഥന. നമുക്കറിയാം, ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോശ ജനത്തിന് കൊടുത്ത ന്യായപ്രമാണത്തിൽ അത് എഴുതിയിരിക്കുന്നു, ആരെങ്കിലും ഒരു പുതിയ ഭവനം ചമച്ചാൽ അതിനെ കൈമതിൽ കെട്ടണം, അതിനെ മട്ടുപ്പാവില്ല, അതിനെ കൈമതിൽ കെട്ടണം. എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും യാദൃച്ഛിക അതിൽ നിന്ന് വീണ് പരിക്കേൽക്കാനോ മരിക്കുവാനോ ഇടയാകാതെ നിങ്ങൾ അതിനെ ഒരു ചെറിയ ചുറ്റുമതിൽ അല്ലെങ്കിൽ കൈവരി കെട്ടണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ മാനുഷികമായ ഏതെങ്കിലും ശക്തിയിലല്ല, അതിനേക്കാൾ ഉപരിയായി പ്രാർത്ഥനയുടെ മതിൽക്കെട്ടിൽ നമ്മളായിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം എനിക്ക് താല്പര്യപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്, അങ്ങനെ താല്പര്യപൂർവ്വം തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്ന മതിൽ കെട്ടുന്ന ചില പ്രാർത്ഥനാ വീരന്മാരെ പോലെ ഇടിഞ്ഞു കിടക്കുന്ന യെരുശലേമിന്റെ മതിലുകൾ പുതുക്കി പണിയുവാൻ തൻ്റെ ജോലി രാജിവെച്ച് തൻ്റെ സമ്പാദ്യം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ച് തൻ്റെ സ്വാധീനം അതിനുവേണ്ടി ഉപയോഗിച്ച് ഒരു സാഹചര്യങ്ങളും കണക്കിലെടുക്കാതെ യെരുശലേമിലേക്ക് മടങ്ങി വന്ന നെഹമ്യാവിനെ പോലെ ഒരു സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും വേണ്ടിയല്ല, ആരുടെയും അംഗീകാരത്തിന് വേണ്ടിയല്ല, ദൈവം എന്നെ ആക്കിയ സ്ഥാനത്ത് ഞാൻ വിശ്വസ്തനായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥനയുടെ മതിൽ കെട്ടുവാൻ തീരുമാനിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്ന സമർപ്പണമുള്ള സഹോദരന്മാരെയും സഹോദരിമാരെയും ഇന്ന് പോൽക്കാലം ദൈവം നോക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പ്രത്യക്ഷമായി ശ്ലാഘിക്കപ്പെട്ടില്ലെങ്കിലും അത് ഒരു തുള്ളി കണ്ണുനീര് പോലും കളയാതെ തൻ്റെ കുടത്തിൽ അല്ലെങ്കിൽ തൻ്റെ സഞ്ചിയിൽ അത് നിക്ഷേപിച്ചു വെക്കുന്ന സർവശക്തനായ ദൈവം ഉയരത്തിലുണ്ട് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം ഓർക്കുക. മതിൽ എപ്രകാരം സംരക്ഷണം തരുന്നു നമുക്കൊന്ന് നോക്കാം. അത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1 ശമൂവേൽ 25-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിച്ചാൽ മതിൽ എപ്രകാരമാണ് നമുക്ക് സംരക്ഷണം തരുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നോക്കുക, ഇവിടെ നാബാലിന്റെ അടുക്കൽ അപ്പം ചോദിക്കുന്നതിന് വേണ്ടി ദാവീദ് ചിലരെ പറഞ്ഞയച്ചു.
നാബാൽ വളരെ നികൃഷ്ടമായിട്ടാണ് ദാവീദിന്റെ ആളുകളോട് ഇടപെടുവാൻ ഇടയായി തീർന്നത്. ആ സമയത്ത് ദാവീദ് പറഞ്ഞു, നിന്റെ ആളുകളോട് നീ ചോദ്യര്, നിന്റെ ആടുകളെ മേയിക്കുവാൻ മരുഭൂമിയിലും ഈ കുറ്റിക്കാടുകളിലും ഒക്കെ നടന്ന സമയത്ത് എൻ്റെ ആളുകളും ഞാനും അവരെ എങ്ങനെയാണ് സംരക്ഷിച്ചതെന്ന് നിന്റെ ആളുകളോട് ചോദ്യരെന്ന് പറഞ്ഞപ്പോൾ നാബാലിന്റെ ചേവകർ പറഞ്ഞ ഉത്തരമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദാവീദും അവന്റെ കൂടെയുള്ള ആളുകളും ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു? അവരൊരു മതില് പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മരുഭൂമിയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്, തുറസായ സ്ഥലത്താണ്, ചിലപ്പോൾ ചില കുറ്റിക്കാടുകളിലാണ് ഞങ്ങൾ ഒരു അഭയമായി പോയി ഇരിക്കുന്നത്. അവിടെ എന്തൊക്കെ വേണമെങ്കിലും ഞങ്ങളെ ഹനിക്കത്തക്കവണ്ണമുണ്ട്. നോക്കുക, അവിടെ ഞങ്ങളെ വേട്ടയാടുവാൻ കഴിയുന്ന കാട്ടുമൃഗങ്ങളുണ്ട്, അവിടെ ഞങ്ങളെ നശിപ്പിക്കുവാൻ കഴിയുന്ന പന്നി അല്ലെങ്കിൽ കുറുക്കന്മാരുണ്ട്, ചെറുകുറുക്കന്മാരുണ്ട്. ഏത് വിധേനയും ഞങ്ങളെയും ഞങ്ങളുടെ ആട്ടിൻകുട്ടിയെയും, ദാവീദിന്റെ തന്നെ അനുഭവം വെച്ച് നോക്കിയാൽ ആട്ടിൻകുട്ടികളെ പിടിക്കുവാൻ വരുന്ന വലിയ ചെന്നായ്ക്കൾ മാത്രമല്ല, സിംഹങ്ങൾ പോലും ചിലപ്പോൾ വരാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവന്റെ ആളുകൾ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഒരു മതില് പോലെയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടോ എന്ന് വിചാരിച്ച് ചുറ്റിത്തിരയുമ്പോൾ നിന്റെ പ്രാർത്ഥന ചിലർക്ക് സംരക്ഷണമാണ്, നിന്റെ പ്രാർത്ഥന ചിലർക്കൊരു മതിലാണ്. ആകയാൽ പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്തു പോകുന്നവരാകാതെ, യേശു ക്രിസ്തു തന്റെ പ്രിയ ശിഷ്യന്മാരോട് ചോദിച്ചത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ അല്പസമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ഇന്ന് പകൽക്കാലം ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, ഇന്ന് പകൽക്കാലം ഞാൻ യൗവനക്കാരോട് പറയട്ടെ, ഇന്ന് പകൽക്കാലം ഞാൻ അതിന്റെ മുകളിൽ പ്രായമുള്ളവരോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ചിലർ എഴുന്നേൽക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ചിലർ വഴിയിൽ പട്ടുപോകാതിരിക്കേണ്ടതിന്, ചിലർ വിശ്വാസം വിട്ട് ഉഴലാതിരിക്കേണ്ടതിന്, ചിലർ മറ്റു ചില അനർത്ഥങ്ങളിൽ അകപ്പെടാതിരിക്കേണ്ടതിന് പ്രാർത്ഥനാ വീരന്മാരെ തേടുന്നത് എന്റെ കർത്താവ്. പ്രാർത്ഥനയുടെ മതിൽ കെട്ടുവാൻ, പ്രാർത്ഥനയുടെ മതിൽ കെട്ടുവാൻ, സംരക്ഷണത്തിന്റെ മതിൽ കെട്ടുവാൻ, മറ്റൊന്നിനും വേണ്ടിയല്ല, പ്രാർത്ഥനയുടെ മതിൽ, പ്രാർത്ഥനയുടെ മതിൽ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ ഉണർത്തുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ ഇവിടെ പ്രാർത്ഥിച്ചാൽ ഇന്ത്യയിൽ അത്ഭുതം നടക്കും, നീ ഇവിടെ പ്രാർത്ഥിച്ചാൽ അമേരിക്കയുടെ മറ്റൊരു ഭാഗത്ത് അത്ഭുതം നടക്കും. നീ ഇപ്പോൾ താല്പര്യപൂർവ്വം പ്രാർത്ഥിച്ചാൽ ബെഞ്ചമിന് സൗഖ്യം നൽകുവാൻ എന്റെ കർത്താവിന് കഴിയും. സൗഖ്യമാക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കൂടുതലായി പോയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായി പോയിട്ടില്ല. എന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കർത്താവ് മതിയായവനാണ്. പ്രാർത്ഥനയ്ക്ക് സമർപ്പണമുള്ളവരെ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് നോക്കുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ വന്നെത്തി നിൽക്കുന്ന നമുക്ക് പറ്റിയ ഒരു പരാജയം, നമുക്ക് പ്രാർത്ഥനയിൽ ഇപ്പോൾ വിശ്വാസം കുറവാണ്. നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയെ ഞാൻ പലപ്പോഴും അധികമായി പ്രോത്സാഹിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ പ്രാർത്ഥന, നമ്മൾ പട്ടുപോകാതിരിക്കാൻ ആവശ്യമായ പ്രാർത്ഥന, നമ്മുടെ സംരക്ഷണത്തിന് ആവശ്യമായ പ്രാർത്ഥന തീർച്ചയായും നാം ദൈവസന്നിധിയിൽ കഴിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥന വളരെ പ്രയോജനപ്രദമാണ്. എങ്ങനെയാണ് ഈ പ്രാർത്ഥന പ്രയോജനപ്രദമാകുന്നത് നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം ഒന്ന് വായിച്ചാൽ. നോക്കുക, ഇവിടെ കർത്താവ് കുറെ കാര്യങ്ങൾ അവിടെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. 20,000 സൈന്യവുമായി ഒരു മനുഷ്യൻ മറ്റൊരു രാജാവിന്റെയോ സൈന്യാധിപന്റെയോ നേരെ വരുന്നു എന്ന് വിചാരിക്കുക. അയാളുടെ കൈവശം 10,000 സൈനികരേ ഉള്ളൂ. അയാൾക്കെതിരെ വരുന്ന ശത്രുവിന്റെ കയ്യിൽ, അല്ലെങ്കിൽ ശത്രുവിന് 20,000 പടയാളികൾ ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 30,000 പടയാളികൾ ഉണ്ടെന്നിരിക്കട്ടെ. അയാൾ വലിയ ഒരു സൈന്യവുമായി വരുമ്പോൾ ആ സൈന്യത്തെ നേരിടുവാനുള്ള കായികമായ ബലം ഈ രാജാവിനില്ലെങ്കിൽ അയാൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം സ്ഥാനാപതികളെ പറഞ്ഞയച്ച് സമാധാനത്തിന് വേണ്ടി നിരക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബുദ്ധിപൂർവമായ കാര്യം. അതിന് മുകളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഒരു ഗോപുരം ചമയ്ക്കുവാൻ ഇച്ഛിച്ചാൽ അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് അവൻ അവിടെ ഇരുന്ന് നോക്കണം. നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങളാണോ നമ്മൾ ഏറ്റെടുക്കുന്നതെന്ന് നോക്കണം. എന്നാൽ നമുക്ക് അസാധ്യമായ കാര്യങ്ങളാണ് നമുക്കെതിരെ വരുന്നതെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ദൂതന്മാരെ അയച്ച് സമാധാനത്തിനായുള്ള ഒരു സന്ധി സംഭാഷണം ചെയ്യുക എന്നുള്ളതാണ്.